നിൽക്കുന്നത് ആർട്ട് ഗാലറിയിലാണ്. പിന്നെ സ്റ്റുഡൻസിൻ്റെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടിപൊളി സെറ്റപ്പാണ് നടന്നത്. അവർ വരച്ച പോർട്രേറ്റ്സ് എക്സിബിറ്റ് ചെയ്യാണ്. കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത സാറിന് തന്നെ ജീവ സാറിന് എന്താണ് പറയാൻ പറ്റുന്നത്? എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ പറയും? കുട്ടികളൊക്കെ നല്ലത്. പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനായിട്ടില്ല. എനിക്ക് കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. ാണ് ചെയ്തത്. ഡിപ്രഷൻ ആണ് ഇതിൻ്റെ തീം. വീഡിയോ പോർട്രേറ്റ് ആണ് ഇത്. ഒരു പെൺകുട്ടി ഒരു മാസ്കിന്റെ പുറകിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. മെറ്റലിൽ എൻഗ്രേവ് ചെയ്തൊരു സാധനം പോലെ പെയിന്റ് ആക്രിലിക് പെയിന്റ് വെച്ച് വരച്ചതാണിത്. വെള്ളത്തിൽ സൊസൈറ്റി തീർച്ചയായും ഇത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ലളിതകലൊക്കെ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുക, ഈ പ്രായത്തിൽ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു അനുഭവം തന്നെയാണ്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. കുട്ടികൾ വളരെ കാലത്തെ പ്രയത്നമാണ്. വളരെ കളർഫുൾ ആയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾ വരെ നന്നായിട്ട് വരച്ചിട്ടുണ്ട്. പ്രസനത്തിന് ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. പക്ഷെ ഇപ്പം കണ്ടത് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങളിപ്പോൾ കാണുന്നത് ജീവ സാറിൻ്റെ ആത്മാർത്ഥതയാണ് അല്ലേ? ഈ എക്സിബിഷൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കൈ ആരാണ്? ജീവ സാറാണ്. യങ് ഏജിലൊക്കെ ഇപ്പോൾ നല്ലതായിട്ട് വരയ്ക്കുന്നത് കാണാൻ സന്തോഷമുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നു. പുറത്തുള്ള ആൾക്കാരിലേക്ക് ഇവരുടെ ടാലൻറ്റ് ഇവർക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് സ്കൂളിൻ്റെ സൈഡിൽ നൽകാൻ ഞാൻ നമ്മൾ ചായ കുടിക്കാൻ വന്നാണ്. ഫുൾ കംപ്ലീറ്റ് ചിലവ് ലിഗേഷ് സാറിനാണ്.